എല്ലാവർക്കും എജ്യൂടെക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8th സെക്കൻഡ് ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടായ കെമിക്കൽ ഇക്വേഷൻസിനെ കുറിച്ചാണ്. കെമിക്കൽ ഇക്വേഷൻസ്, രാസ സമവാക്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. കെമിക്കൽ ഇക്വേഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കെമിക്കൽ റിയാക്ഷൻസ്, രാസപ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമുള്ളൊരു റിയാക്ഷൻ ബിറ്റ്വീൻ സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. Okay, so take some hydrochloric acid in a test tube and add some zinc granules into it. What happens? And the gas evolved is tested with the use of a glowing incense stick that burns with a pop sound that shows the evolution of hydrogen gas. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു റിയാക്ഷനാണ് പറഞ്ഞത്. ഒരു ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നു, അതിനകത്തേക്ക് കുറച്ച് സിങ്ക് ഗ്രാനുൾസ് ഇടുന്നു. ഓക്കെ, സിങ്ക് ഗ്രാനുൾസിനെ ഇടുന്നു. നിങ്ങൾ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്തിലോട്ട് ഒരു കത്തുന്ന തീക്കൊള്ളി കാണിക്കുകയാണെങ്കിൽ ദാറ്റ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്, ഒരു പോപ്പ് ശബ്ദത്തോടു കൂടി കത്തും. അതിന് കാരണമെന്ന് പറയുന്നത് ഏത് വാതകം ഉണ്ടാകുന്നതാണ്? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. എങ്ങനെ? സിങ്ക് എന്തുമായിട്ട് പ്രവർത്തിക്കുന്നു? ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് എന്തൊക്കെ ഉണ്ടാകും? എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായ ഹൈഡ്രോജൻ ഗ്യാസ് ഉണ്ടാകും. ആൻഡ് ഓൾസോ വി ഗെറ്റ് സിങ്ക് ക്ലോറൈഡും ഉണ്ടാകും. ആക്ച്വലി ദിസ് ഇസ് എ റിയാക്ഷൻ. അപ്പോൾ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകും. ഇങ്ങനെ ഇത്രയും നമ്മൾ പറഞ്ഞതിനെ നമുക്ക് സിമ്പലുകൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സിങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. സിങ്ക് ZN എന്ന് പറയുന്ന സിമ്പൽ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. പ്രതീകം അല്ലേ, അറിയാലോ എല്ലാവർക്കും. സിമ്പൽ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്ക് HCl എന്ന് സൂചിപ്പിക്കാൻ പറ്റും. ഹൈഡ്രോക്ലോറിക് ആസിഡ്. സിങ്ക് ക്ലോറൈഡിന് നമുക്ക് ZnCl2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹൈഡ്രജനെ നമുക്ക് H2 എന്നും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു കെമിക്കൽ റിയാക്ഷനെ പ്രതീകങ്ങൾ ഉപയോഗിച്ച്, സിമ്പലുകൾ ഉപയോഗിച്ച് എഴുതുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. കെമിക്കൽ ഇക്വേഷൻ. സോ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എ കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് വിത്ത് യൂസ് ഓഫ് സിമ്പിൾസ് ഓഫ് എലമെൻറ്റ്സ് ഓർ മോളിക്യൂൾസ് ഓർ കോമ്പൗണ്ട്സ്. ഓക്കെ, അതായത് നമ്മളൊരു രാസപ്രവർത്തനത്തിനെ പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, മൂലകങ്ങളുടെ അല്ലെങ്കിൽ സംയുക്തങ്ങളുടെ പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കെമിക്കൽ ഇക്വേഷൻ, രാസസമവാക്യം എന്ന് വിളിക്കുന്നത്. കെമിക്കൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കെമിക്കൽ ഇക്വേഷൻ മനസ്സിലാവുമല്ലോ. കെമിക്കൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഒരു രാസപ്രവർത്തനത്തിനെ നമ്മൾ പ്രതീകങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? റെപ്രസെൻറ്റ് ചെയ്യുന്നു. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ചപ്പോൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമായിട്ട് മാറി. നമ്മൾ ഇത്രയും എഴുതുന്നതിന് പകരം അതിനെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു എളുപ്പത്തിന് വേണ്ടി. ആ റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് ഇത് കെമിക്കൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്, രാസസമവാക്യം എന്ന് പറയുന്നത്. So in this chemical equation, when you look at the chemical equation, you can see two parts. There is a arrow, left side there is a part and right side there is a part. രണ്ട് ഭാഗങ്ങൾ കാണാൻ പറ്റും. ഇടതുവശത്തും വലതുവശത്തുള്ള രണ്ട് ഭാഗങ്ങൾ കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് these substances are take part in chemical reaction. ഓക്കെ, ഈ പദാർത്ഥങ്ങൾ ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവയാണ്. ആൻഡ് സച്ച് സബ്സ്റ്റൻസസ് ആർ കോൾഡ് റിയാക്റ്റൻസ്. ഓക്കെ, എന്ത് വിളിക്കും നമ്മൾ? റിയാക്റ്റൻസ് അല്ലെങ്കിൽ അഭികാരകങ്ങൾ എന്ന് വിളിക്കും. അഭികാരകങ്ങൾ അല്ലെങ്കിൽ എന്ന് വിളിക്കും നമ്മൾ റിയാക്റ്റൻറ്റുകൾ എന്ന് വിളിക്കും. അപ്പോൾ ഈ ഒരു രാസസമവാക്യം എടുക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഭാഗങ്ങൾ കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ആരോയ്ക്ക് ഇടതുവശത്തൊരു ഭാഗം കാണാൻ പറ്റും, ആരോയ്ക്ക് വലതുവശത്തൊരു ഭാഗം കാണാൻ പറ്റും. ആരോഗ്യ ഇടതുവശത്തെ ഭാഗത്തിൻ്റെ പ്രത്യേകത ദീസ് ആർ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഇവരാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. അവയെ വിളിക്കുന്ന പേരാണ് എന്ത്? അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്റ്റൻസ് എന്ന് വിളിച്ചു. ആസ് എ റിസൾട്ട് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ സം ഓഫ് ദി സബ്സ്റ്റൻസസ് ആർ ഫോംഡ് ഹിയർ. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ കുറച്ച് പദാർത്ഥങ്ങൾ ഉണ്ടായി. അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കും. നമ്മൾ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ. ഇപ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ there are two parts, reactants and products. Reactants are the substances which take part in chemical reaction and product is the substance that is formed as a result of chemical reaction. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ അഭികാരങ്ങളെന്നും രാസപ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന പദാർത്ഥങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? ഉൽപ്പന്നങ്ങളെന്നും വിളിക്കും. അപ്പോൾ ഇത്രയും മനസ്സിലാകുമല്ലോ. അപ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷൻ എന്താണ്? നമ്മൾ ഒരു രാസപ്രവർത്തനത്തിനെ വളരെ സിമ്പിളായിട്ട് സിമ്പലുകൾ ഉപയോഗിച്ച്, പ്രതീകങ്ങൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന വിളിച്ച പേരാണ് കെമിക്കൽ ഇക്വേഷൻ. കെമിക്കൽ ഇക്വേഷനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ടായിരിക്കും. റിയാക്റ്റൻറ്റ് പോർഷനും ഉണ്ട്, പ്രോഡക്റ്റ് പോർഷനും ഉണ്ട്. റിയാക്റ്റൻറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പദാർത്ഥങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് റിയാക്റ്റൻസ്.
അതിൻ്റെ ഫലമായിട്ട് കെമിക്കൽ റിയാക്ഷൻ ഫലമായിട്ടുണ്ടാകുന്ന പദാർത്ഥങ്ങൾ നമ്മൾ വിളിക്കുന്ന പേര് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്റ്റുകളെന്നും പറയും. പറഞ്ഞ് മനസ്സിലാകുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോയി. ഈ ഒരു ഇക്വേഷൻ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാൻ പോവുകയാണ്. ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ എടുക്കുന്നു. അപ്പോൾ നമ്മൾ എഴുതിയ കെമിക്കൽ ഇക്വേഷൻ ഇതായിരുന്നു. Zn പ്ലസ് HCl ഗീവ്സ് ZnCl2 പ്ലസ് H2. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ ഉള്ളത് ഏതൊക്കെ എലമെൻറ്റ്സ് ആണുള്ളത്? സിങ്ക് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. സിങ്ക്, ഹൈഡ്രജൻ, ക്ലോറിൻ, രണ്ട് പോർഷൻസ് ഉണ്ട്. റിയാക്റ്റൻ്റ് പാർട്ടും ഉണ്ട്, പ്രോഡക്റ്റ് പാർട്ടും ഉണ്ട്. ഓക്കെ, റിയാക്റ്റൻ്റെ പോർഷനും ഉണ്ട്, പ്രോഡക്റ്റിൻ്റെ പോർഷനും ഉണ്ട്. സോ നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കിയിട്ട് പറഞ്ഞിട്ട് ഓരോന്നും എത്ര റിയാക്റ്റൻ സൈഡിൽ സിങ്ക് എത്രയുണ്ട്, ഹൈഡ്രജൻ എത്രയുണ്ട്, ക്ലോറിൻ എത്രയുണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, Zn മീൻസ് വെറുതെ നമ്മളൊരു സിമ്പിൾ മാത്രം എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഷോസ് ഓൺലി വൺ ആറ്റം. അതായത് എത്ര ആറ്റം ഉണ്ട് സിങ്ക്? ഇവിടെ റിയാക്റ്റൻ സൈഡിൽ ഒരു സിങ്ക് ആറ്റം ഉണ്ട്. അഭികാരകത്തിൻ്റെ സൈഡിൽ റിയാക്റ്റൻ മീൻസ് അഭികാരകം, പ്രോഡക്ട്സ് മീൻസ് ഉൽപ്പന്നം. അപ്പോൾ അഭികാരകത്തിൻ്റെ സൈഡിൽ ഒരു സിങ്കേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അഭികാരകത്തിൻ്റെ സൈഡിൽ എത്ര ഹൈഡ്രജൻ? HCl മീൻസ് ഇറ്റ് ഈസ് എ മോളിക്യൂൾ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് വൺ ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ. അതുപോലെ എത്ര ക്ലോറിൻ? HCl ഒന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലാവുമല്ലോ. റിയാക്റ്റൻ സൈഡിൽ ഒരു സിങ്ക്, ഒരു ഹൈഡ്രജൻ, ഒരു ക്ലോറിൻ. ഓക്കെ, ഇനി പ്രോഡക്റ്റ് സൈഡിൽ നമ്മൾ നോക്കുന്നു. ഫസ്റ്റ് ആണ് സിങ്ക് ആണ്. എത്ര സിങ്ക് ഉണ്ട്? ZnCl2 ആണ്. ZnCl2വിനകത്ത് ഓൺലി വൺ സിങ്ക്, ഒരു സിങ്ക്. Cl2 മീൻസ് 2 ക്ലോറിൻ ആറ്റംസ്, രണ്ട് ക്ലോറിൻ ഉണ്ട്. H2 മീൻസ് there is 2 ഹൈഡ്രജൻ ആറ്റംസ് ഓൾസോ. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റിയാക്റ്റൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലുമുള്ള നമ്പർ ഓഫ് സെയിം കൈൻഡ് ഓഫ് ആറ്റം ഈസ് നോട്ട് ഈക്വൽ. ഒരേപോലെയുള്ള ആറ്റങ്ങളുടെ എണ്ണങ്ങൾ തുല്യമാണോ? ഒരിക്കലുമല്ല. സാധാരണഗതിയിൽ when you write a chemical equation, the number of atoms of the same kind in the reactant side and product side should be equal. നമ്മൾ സാധാരണഗതിയിൽ when you written a chemical equation, നമ്മളൊരു കെമിക്കൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അഭികാരകത്തിൻ്റെയും ഉൽപ്പന്നത്തിൻ്റെയും സൈഡിലുള്ള അതത് ആറ്റങ്ങളുടെ എണ്ണങ്ങൾ എന്തായിരിക്കണം? തുല്യമായിരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, തുല്യമല്ല. ഓക്കെ, അങ്ങനെ തുല്യമായിട്ട് എഴുതുന്ന കെമിക്കൽ ഇക്വേഷൻ നമ്മളൊരു പേര് വിളിക്കും. സച്ച് ഇക്വേഷൻസ് ആർ കോൾഡ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് വിളിക്കും. നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട് സമീകൃത സമവാക്യങ്ങൾ. അപ്പോൾ എന്താണ് പറയുന്നത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്. സോ വെൻ യു റിട്ടൺ എൻ കെമിക്കൽ ഇക്വേഷൻ, the number of same kinds of atoms in the reactant side and product side should be equal, and such equations are called balanced chemical equation. നമ്മൾ സാധാരണഗതിയിൽ ഒരു കെമിക്കൽ ഇക്വേഷൻ, ഒരു രാസസമവാക്യം എഴുതുമ്പോൾ അഭികാരകത്തിൻ്റെയും ഉൽപ്പന്നത്തിൻ്റെയും വശങ്ങളിലുള്ള അതത് ആറ്റങ്ങളുടെ എണ്ണങ്ങൾ എന്തായിട്ട് വരണം? തുല്യമായിട്ട് വരണം. അങ്ങനെ തുല്യമായിട്ട് എഴുതുന്ന ഇക്വേഷനുകളെ, സമവാക്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമീകൃത രാസസമവാക്യങ്ങൾ എന്ന് വിളിക്കും. So when you consider this equation, here the number of atoms of the same number of atoms of the same kind in the reactant side and product side are not equal. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈക്വൽ അല്ല. ഈക്വൽ അല്ല എങ്കിൽ നമ്മൾ ഈക്വൽ ആക്കി എഴുതണം. സോ ഞാൻ ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി നോക്കിയോളൂ. Zn plus 2HCl gives ZnCl2 plus H2. ഞാൻ ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതി. Now when you consider this equation, you can see, okay, ഇവിടെ നിങ്ങൾക്ക് ഈക്വൽ അല്ലാത്ത ഇവിടെ ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും എണ്ണങ്ങളാണ് ഈക്വൽ. സിങ്കിൻ്റെ എണ്ണം 1 വീതം തന്നെയാണ്. ഹൈഡ്രജൻ്റെ എണ്ണം റിയാക്റ്റൻ സൈഡിൽ 1, പ്രോഡക്റ്റ് സൈഡിൽ 2, ക്ലോറിൻ്റെ എണ്ണം 1, 2 അല്ലേ? ഈക്വൽ അല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ അടുത്ത ഞാൻ വേറൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കി. when you consider this equation, ഇവിടെ നോക്കുകയാണെങ്കിൽ here it has only one sink, ഒരു സിങ്ക്. റിയാക്റ്റൻ സൈഡിൽ പ്രോഡക്റ്റ് സൈഡിൽ ഒരു സിങ്ക് തന്നെയാണ്. ഇനി 2HCl ആയിട്ട് മാറി, 2 HCl ആയിട്ട് മാറി. 2HCl means 1 molecule HCl, another molecule HCl. Total number of hydrogen now it becomes 2 ആയിട്ട് മാറി. ഓക്കെ, അതുപോലെ ക്ലോറിൻ്റെ എണ്ണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 1, there are 2 molecules of HCl ആണ്, so it contains 2 chlorine atoms also. Okay, now the number of atoms of the same kind in the reactant side and product side becomes equal. അല്ലേ? പറഞ്ഞ് മനസ്സിലായി? ഇപ്പോൾ എന്തായിട്ട് മാറി? ഇപ്പോൾ പ്രോഡക്റ്റ് സൈഡിലും റിയാക്റ്റൻറ്റ് സൈഡിലുള്ള അതത് ആറ്റങ്ങളുടെ എണ്ണങ്ങൾ എന്തായിട്ട് മാറിയിട്ടുണ്ട്? തുല്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതുന്ന ഇക്വേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത്.
അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ അത് ബാലൻസ്ഡ് ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അത്തരം ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബാലൻസ് ചെയ്യേണ്ടി വരും. ഇവിടെ ഞാൻ ബാലൻസ് ചെയ്ത് എഴുതിയേക്കാണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നത്, എങ്ങനെ നമുക്കൊരു ഇക്വേഷനെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാക്കി മാറ്റാം. അപ്പോൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ മനസ്സിലായി നിങ്ങൾക്ക്? എങ്ങനെ നമ്മളൊരു കെമിക്കൽ ഇക്വേഷനെ ബാലൻസ്ഡ് ആക്കി മാറ്റും നോക്കിയോളൂ. ഫോർ എക്സാമ്പിൾ, Mg plus HCl gives MgCl2 plus H2. അപ്പോൾ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെയുള്ള റിയാക്ടൻസ് ആകെയുള്ള എലമെൻറ്റ്സ് നോക്കുക. രണ്ട് സൈഡിലുള്ള എലമെൻറ്റ്സ് മാഗ്നീഷ്യം ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. സോ രണ്ട് സൈഡുകളുണ്ട്. രണ്ട് സൈഡ് നമ്മൾ എഴുതണം. റിയാക്ടൻസ് സൈഡും ഉണ്ട്, പ്രോഡക്റ്റ് സൈഡും ഉണ്ട്. ഇവിടെ നോക്കുക, മാഗ്നീഷ്യം റിയാക്ടൻസ് സൈഡിൽ 1, ഹൈഡ്രജൻ 1, HCl 1, ക്ലോറിൻ 1, മാഗ്നീഷ്യം പ്രോഡക്റ്റ് സൈഡിനകത്ത് 1, ക്ലോറിൻ 2, ഹൈഡ്രജൻ 2. സോ നൗ ഇറ്റ് ഈസ് നോട്ട് ബാലൻസ് ബിക്കോസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ റിയാക്ടൻസ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലുമുള്ള അതത് ആറ്റങ്ങളുടെ എണ്ണങ്ങൾ തുല്യമല്ല. തുല്യമല്ലാത്തതിന് കാരണം മാഗ്നീഷ്യത്തിൻ്റെ എണ്ണം രണ്ടും തുല്യമാണ്, ഹൈഡ്രജൻ എണ്ണം തുല്യമല്ല. അങ്ങനെ തുല്യമല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ തുല്യമാക്കണം. ബൈ പ്രൊവൈഡിങ് സ്യൂട്ടബിൾ ഇൻഡിജേഴ്സ്, നമുക്ക് അനുയോജ്യമായ സംഖ്യകൾ കൊടുത്ത് അതിനെ എന്ത് ചെയ്യാം? തുല്യമാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇവിടെ നമുക്ക് റിയാക്ടൻസ് സൈഡിലുള്ള ഹൈഡ്രജൻ്റെ എണ്ണങ്ങൾ എത്രയാക്കണം? 2 ആക്കണം. ഓക്കെ, 1 HCl മോളിക്യൂളാണുള്ളത്, അതിന് എത്രയാക്കണം? ആ HCl-നകത്തുള്ള ഹൈഡ്രജൻ്റെ എണ്ണം എത്രയാക്കണം? 2 ആക്കണം. ഒരിക്കലും നമുക്ക് H2Cl2 എന്ന് ഇടാൻ പറ്റത്തില്ല. HCl എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ അത് അങ്ങനെ ഉണ്ടാവത്തുള്ളൂ. HCl എന്ന് പറയുന്നത് H2Cl2 എന്ന് പറയുന്ന മോളിക്യൂൾ ഒരിക്കലും ഫോം ചെയ്യത്തില്ല. HCl എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാവുള്ളൂ. So, for increasing the number of atoms present in HCl molecule, we can increase the number of molecules. അപ്പോൾ നമുക്ക് ഒരിക്കലും ആറ്റങ്ങളെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇവിടെ 2 കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, we can increase the number of HCl molecules by providing the suitable integer on the left side of the representation. ആ റെപ്രസെൻറ്റേഷൻ്റെ ഇടതുവശത്ത് അനുയോജ്യമായ സംഖ്യകൾ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ മോളിക്യൂൾസിൻ്റെ എണ്ണം എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായി? ഒരിക്കലും അല്ലാതെ H2Cl2 എന്ന് കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് 2 ആക്കണം. 2 ആക്കണമെങ്കിൽ ഇവിടെ 1 വീതമാണുള്ളത്. സോ 2 വീതമാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ഇവിടെ എത്ര ചെയ്താൽ മതി? നമുക്ക് ഇക്വേഷനെ എന്ത് ചെയ്യാൻ മതി? ഫോർ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ ദ റിയാക്ടൻറ്റ് സൈഡ്, നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് HCl molecules. 2 HCl ആക്കി മതി. HCl മോളിക്യൂൾസിൻ്റെ എണ്ണം കൂട്ടും. ദാറ്റ് മീൻസ് ദ ഇക്വേഷൻ ബിക്കംസ് Mg പ്ലസ് ഇവിടെ ഒരു മോളിക്യൂൾ എടുക്കുമ്പോൾ ഒരു ഹൈഡ്രജൻ. അപ്പോൾ 2 മോളിക്യൂൾ എടുക്കുമ്പോൾ 2 ഹൈഡ്രജൻ ആണെങ്കിൽ 2 HCl ഗീസ് MgCl2 പ്ലസ് H2 എന്നാക്കി മാറ്റാം. ഓക്കെ, എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ഇതേപോലെ ഒരു ടേബിൾ വരയ്ക്കുന്നു. ടേബിൾ വരച്ചിട്ട് നമ്മൾ ഒന്നേന്ന് വീണ്ടും നമ്മൾ നോക്കാൻ പോവുകയാണ്, ആറ്റംസിൻ്റെ എണ്ണം നോക്കാൻ പോവുകയാണ്. നോക്കിക്കോളൂ, ഹൗ മെനി മാഗ്നീഷ്യം ആറ്റംസ് ഇൻ ദ റിയാക്ടൻറ്റ് സൈഡ്? സോ നൗ ഇറ്റ് ഈസ് 1. ഓക്കെ, Mgക്ക് യാതൊരു ചേഞ്ച് ഇല്ല, 1 തന്നെയാണ്. ഇനി ഇവിടെ നോക്കി 2 HCl ആയിട്ട് വരും. നമ്മൾ 2 HCl ആയിട്ട് മാറ്റി എന്തിനാണ്? ആദ്യം ഒരു മോളിക്യൂൾ എടുക്കുമ്പോൾ ഒരു ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ 2 ഹൈഡ്രജൻ ആക്കാൻ വേണ്ടി 2 HCl ആക്കി മാറ്റി. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ് ആർ ഹിയർ? 2 HCl എന്ന് പറയുമ്പോഴത്തേക്കും there are 2 molecules of HCl എന്നാണ്. സോ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ബിക്കംസ് 2. ഓക്കെ, 2 ആയിട്ട് മാറി. ദെൻ വാട്ട് അബൌട്ട് ക്ലോറിൻ ആറ്റംസ്? ഇവിടെ 2 HCl എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹൈഡ്രജൻ HCl-നകത്ത് ഒരു ക്ലോറിൻ, എങ്കിൽ 2 HCl-നകത്ത് 2 ക്ലോറിനുമായിട്ട് മാറി. ഓക്കെ, ഇനി അടുത്ത പ്രോഡക്റ്റ് സൈഡ് നോക്കുക. മാഗ്നീഷ്യം 1 തന്നെയാണ്. Cl2 മീൻസ് 2 ക്ലോറിൻ, H2 മീൻസ് 2 ഹൈഡ്രജൻ. സോ നൗ ദ നമ്പർ ഓഫ് ആറ്റംസ് ബിക്കംസ് ഈക്വൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റി? ബാലൻസ് ചെയ്യാൻ പറ്റി. സച്ച് ഇക്വേഷൻ ഈസ് കോൾഡ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, അനുയോജ്യമായ ഇൻഡിജേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ റെപ്രസെൻറ്റേഷൻ്റെ ഇടതുവശത്തായിട്ട് അനുയോജ്യമായ ഇൻഡിജേഴ്സ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാലൻസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, വൺ മോർ എക്സാമ്പിൾ. H2 plus O2 gives H2O. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ച് ജലം ഉണ്ടാകും. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഉള്ളത് ഹൈഡ്രജൻ, ഓക്സിജൻ, റിയാക്ടൻറ്റ് സൈഡ്, പ്രോഡക്റ്റ് സൈഡ്.
ടേബിൾ വരച്ച് തന്നെ ചെയ്യുക. ഓക്കെ, എത്ര ഹൈഡ്രജൻ? 2 ഹൈഡ്രജൻ. O2 മീൻസ് 2 ഓക്സിജൻ. H2O മീൻസ് H2O മീൻസ് 2 ഹൈഡ്രജൻ. എത്ര ഓക്സിജൻ ഇവിടെ? 1 ഓക്സിജൻ. ഓക്കെ, അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണോ? അല്ല. ഇവിടെ എന്താ ബാലൻസ്ഡ് അല്ലാത്തത്? ഇവിടെ ഉൽപ്പന്നത്തിലുള്ള ഓക്സിജൻ്റെ എണ്ണങ്ങൾ തുല്യമല്ല. ഓക്സിജൻ്റെ എണ്ണം ഇവിടെ എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. ഒരു മോളിക്യൂളിനകത്ത് 1 ഉള്ളൂ. അത് ഇത്രയാക്കി മാറ്റാൻ നമുക്ക് 2 ആക്കി മാറ്റാം. 2 ആക്കി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? For increasing the number of oxygen atoms in the product side, increase the H2O molecules H2O molecules എണ്ണം കൂട്ടുക. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറ്റാൻ പറ്റും. H2 plus O2 gives എങ്ങനെ മാറ്റി? 2H2O. ഒരിക്കലും H2O2 എന്ന് എഴുതാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം we can increase the number of molecules by providing the suitable integer on the left side of the representation. ആ റെപ്രസെൻറ്റേഷൻ്റെ ഇടതുവശത്ത് നമുക്ക് അനുയോജ്യമായ ഇൻഡിജർ കൊടുക്കും. ഇവിടെ 2 ഓക്സിജൻ ആക്കാൻ വേണ്ടി നമ്മൾ H2O മോളിക്യൂൾസിന് ഇടതുവശത്ത് എത്ര കൊടുത്തു? 2 കൊടുത്തു. ഓക്കെ, പറഞ്ഞ് മനസ്സിലായി? ഇപ്പോൾ എത്രയായിട്ട് മാറി? അതായത് 1 H2O another H2. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് എത്രയായിട്ട് മാറി? 2 ആയിട്ട് മാറി. 2 × 1 2 ആയിട്ട് മാറി. നമുക്കൊന്നുകൂടെ എഴുതി നോക്കാം, ബാലൻസ് ആയി നോക്കാം. സോ റിയാക്ടൻ സൈഡ്, പ്രോഡക്റ്റ് സൈഡ്, ഇവിടെ ഉള്ളത് ഹൈഡ്രജൻ, ഓക്സിജൻ. ഹൈഡ്രജൻ ഓക്സിജൻ ആണുള്ളത്. നോക്കി, റിയാക്ടൻ സൈഡിൽ 2 ഹൈഡ്രജൻ 2 ഓക്സിജൻ. പ്രോഡക്റ്റ് സൈഡിൽ 2 × 2, അതായത് there are 2 water molecules. 2 × 2 എടുക്കുക. 2 × 2 means there are 4 hydrogen and 2 oxygen. 2 × 1 2. ഓക്കെ, ഇപ്പോൾ ഓക്സിജൻ്റെ എണ്ണം തുല്യമായി, പക്ഷേ ഹൈഡ്രജൻ്റെ എണ്ണം എന്തായിട്ടില്ല? തുല്യമായിട്ടില്ല. ഹൈഡ്രജൻ്റെ എണ്ണം എത്ര ആക്കണം? റിയാക്ടൻ സൈഡിൽ ഹൈഡ്രജൻ്റെ എണ്ണം നമുക്ക് എത്ര ആക്കണം? 4 ആക്കണം. 4 ആക്കണമെങ്കിൽ പറഞ്ഞു ഇപ്പോൾ ഒരു മോളിക്യൂൾ എടുക്കുമ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 4 ആക്കണമെങ്കിൽ എത്ര മോളിക്യൂൾ എടുക്കേണ്ടി വരും? സോ ഫോർ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ ദ റിയാക്ടൻ സൈഡ്, പ്രൊവൈഡ് ദ ഇൻഡിജർ 2 ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി സിമ്പിൾ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ സിമ്പിളിൻ്റെ ഇടതുവശത്ത് എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. വി ക്യാൻ ഇൻക്രീസ് ദ മോളിക്യൂൾസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ മാറ്റാം. 2H2 plus O2 gives 2H2O. വീണ്ടും നമുക്ക് നോക്കാം, റിയാക്ടൻ സൈഡ്, പ്രോഡക്റ്റ് സൈഡ്. ഹൈഡ്രജൻ, ഓക്സിജൻ. സോ ഇപ്പോൾ എത്ര ഹൈഡ്രജൻ ആയി? 4 ഹൈഡ്രജൻ ഇൻ ദ റിയാക്ടൻ സൈഡ്, 2 ഓക്സിജൻ. 2 × 2 4, 2 oxygen. So now the equation becomes balanced. This is the method. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമ്മൾ ആദ്യം ഇക്വേഷൻ എടുത്ത് എഴുതുക. ആ ഇക്വേഷനകത്തുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയെന്ന്, ആറ്റങ്ങൾ ഏതൊക്കെയെന്ന് എഴുതുക. അത് റിയാക്ടൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും എത്ര എണ്ണം വീതം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം അതിനെ ബാലൻസ് ചെയ്യുക അനുയോജ്യമായ ഇൻഡിജേഴ്സ് കൊടുത്ത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത ഒരു സിമ്പിൾ ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ നന്ദി, നമസ്കാരം.